കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് കാണുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലത്ത് രോഗികൾ കിടക്കുന്നു, അതിനെതിരെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യൂസ് സ്റ്റോറി. എന്തുകൊണ്ടാണ് നമ്മുടെ രോഗികൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ സംഭവിക്കുന്നത്? അതുപോലെ മാനസിക രോഗികൾ, ഡ്രിപ്പിട്ട രോഗികൾ എല്ലാം തറയിൽ കിടക്കുകയാണ്. നിർഭാഗ്യകരമായ കാര്യമാണ്, ദൗർഭാഗ്യകരമായ കാര്യമാണ്, നടക്കാൻ പാടില്ല. നമ്മുടെ സിസ്റ്റം വെച്ച് അത് മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം ഇത്ര നിഷിദ്ധമായി വിമർശിക്കാൻ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമത്തിന് എങ്ങനെ കഴിയുന്നു എന്നല്ലേ? ഇതിന് മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു കഥ പറയാം. അതായത് ഒരു ചെറിയ കുട്ടി ഒരു ചെടി കൊണ്ടുപോയി നട്ടുവെക്കുന്നു. നട്ടുവെച്ച് ആദ്യത്തെ ദിവസം നോക്കുന്നു, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അതിന് വേണ്ട വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ ദിവസം വന്ന് നോക്കുന്നു, ആ ചെടി പിഴുതു നോക്കുന്നു, അത് നട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബലം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതിന് വീണ്ടും വെള്ളം ഒഴിച്ച് വളമിട്ട് പോകും. അങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ഏകദേശം ഒരാഴ്ചയോളം ഈ കുട്ടി ഈ ചെടി പിഴുത് മാറ്റി ഇതിൻ്റെ വളരുന്നുണ്ടോ അതിൻ്റെ വളർച്ച പരിശോധിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി. ആ കുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് കരഞ്ഞു, ഞാൻ വെച്ച ചെടി എന്തുകൊണ്ട് ഇത് വളരുന്നില്ല? അപ്പോൾ അമ്മ സമാധാനത്തോടെ പറയുകയാണ്, മോനെ, ഈ ചെടിയാണ്, ഈ ചെടിക്ക് അത് വേര് പിടിച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കുറച്ച് സമയം കൊടുക്കണം, കുറച്ച് സാവകാശം കൊടുക്കണം. ദിവസവും ഇത് കായ്ച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വേര് പിടിക്കുന്നുണ്ടോ എന്ന് പിടിച്ച് എപ്പോഴും നോക്കിയാൽ അതിൻ്റെ വളർച്ച മുരടിച്ച് പോവുകയുള്ളൂ. ഇപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പറഞ്ഞ ആ മുഖ്യധാര മാധ്യമത്തിനോട് പറയാനുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതിൻ്റെ പേരിലാണ് ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ, അതായത് നിലത്ത് രോഗികൾ കിടക്കുന്ന ആ ഒരു വിഷ്വലുകളടക്കം ജനങ്ങളിലേക്ക് ആ മാധ്യമങ്ങൾ എത്തിച്ചത്. ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തം സംഭവിച്ചിരുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ. അത് ആ ഒരു തീപിടുത്തം കഴിഞ്ഞ് 1-2 മാസം 3 മാസത്തോളം എങ്കിലും കഴിഞ്ഞിട്ടും ആ ഒരു ICU വെള്ളമുണ്ട് വെച്ച് കെട്ടിമറച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മാധ്യമങ്ങൾക്ക് അവിടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടില്ല, സ്പെഷ്യൽ ജേർണലിസം അല്ല, ഒന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു അജണ്ട, ഈ മാധ്യമത്തിൻ്റെ അജണ്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞതായിരുന്നു, ഈ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം മാറണം. ഇപ്പോൾ സിസ്റ്റത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സിസ്റ്റം മാറണം. അതിന് നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളും ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എല്ലാം തന്നെ ക്ലീൻ ചെയ്യാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇനി തറയിൽ കിടത്തിയുള്ള ചികിത്സ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം നമ്മൾ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ സുഗമമായി തന്നെ പോയി. പക്ഷെ അടുത്ത ഘട്ടത്തിൽ ഈ കിടക്കകളിലേക്ക് രോഗികളെ മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഒരു ദിവസം വരുന്ന രോഗികളുടെ എണ്ണം നമുക്കറിയാം. അവിടെ കിടക്കകൾ ഉണ്ടോ എന്ന് നോക്കിയല്ല രോഗികൾ വരാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 100, 200, 500 എക്സ്ട്രാ കിടക്കകൾ വരണമെങ്കിൽ അതിന് പ്രത്യേക ഫണ്ട് അനുവദിച്ച് കിട്ടണം. അതിന് ഫണ്ട് നീക്കി വെക്കണം. അതിനുള്ള കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. ഈ കിടക്കകൾ ഇടാൻ ഈ സ്ഥലമുണ്ടോ, ഈ പറഞ്ഞ ബിൽഡിങ്ങിൽ സ്ഥലമുണ്ടോ, ബിൽഡിംഗ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതെല്ലാം ഒരു മാസം കൊണ്ട് പോസിബിൾ ആവുന്ന കാര്യമാണോ? മാനുഷികമായി ചിന്തിച്ചാൽ പോലും ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, 5 വർഷം കഴിഞ്ഞ് ഈ പറഞ്ഞ ആരോഗ്യ വകുപ്പ് ഈ മോശം അവസ്ഥയിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞ് LDF അധികാരത്തിൽ വന്നാൽ പോലും ആദ്യം ഒരു മാസത്തിൽ അവരോട് ഇത് സിസ്റ്റം ശരിയാക്കൂ എന്ന് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. ദിസ് ഇസ് നത്തിങ് പൊളിറ്റിക്കൽ. ഇപ്പോൾ ഈ പറയുന്നത് ഒരു മെഡിക്കൽ സിസ്റ്റത്തിന്റെ മാറ്റം ആവശ്യമാണെങ്കിൽ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു 10 വർഷം പിറകോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത് ഒരു സർവീസായിട്ട് കൊടുക്കേണ്ട നമ്മുടെ ഹെൽത്ത് സർവീസ് വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, കൈവേദനയായി ചെന്നാൽ കൈമുറിക്കുന്ന അവസ്ഥ, കത്രിക വയറ്റിൽ വെച്ച് മറക്കുന്ന അവസ്ഥ, തുണി വയറ്റിൽ വെച്ച് മറക്കുന്ന അവസ്ഥ, മരുന്ന് മാറി കുത്തിവെക്കുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം മാറണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി കൂട്ടണം, ഈ ഡോക്ടർമാരുടെ എഫിഷ്യൻസി കൂട്ടണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, ഇതിന് വേറെ ഫണ്ട് വരണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഒരു മാസം കൊണ്ട് പോസിബിൾ ആവുന്ന കാര്യമല്ല. ഈ മുഖ്യധാരാ മാധ്യമത്തിൻ്റെ അവതാരകൻ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്,
1 മാസം കൊണ്ട് ഇത് ശരിയാക്കണമെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി അങ്ങോട്ട് ശരിയാക്കണം. ഞങ്ങൾ വീണ്ടും ഇൻവെസ്റ്റിഗേഷനുമായിട്ട് പിന്നാലെ ഉണ്ടാവണം. 2 മാസമോ 3 മാസമോ കഴിഞ്ഞ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് ഈ പറഞ്ഞ ഒരു സർക്കാർ ആശുപത്രികളിലും തറയിൽ കിടത്തി ചികിത്സയില്ല, തറയിൽ കിടത്തിയാൽ ചികിത്സയില്ല, എല്ലാവരും ബെഡിൽ തന്നെയാണ് ചികിത്സ നേടുന്നതെന്ന് ഉറപ്പാക്കുമ്പോഴുള്ള റിപ്പോർട്ടും നിങ്ങൾ പുറത്തുവിടാൻ ബാധ്യസ്ഥരാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് പൂർത്തിയാകുകയുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സമയം കാലവർഷത്തിന്റെ സമയത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പനിബാധിതർ അത് സംസ്ഥാനത്തുടനോളം ഇബോള, നിപ്പ, അതുപോലെ ഷിഗല്ല കൂടാതെ പനി പോലുള്ള പകർച്ചവ്യാധികൾ പടരുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഓരോ ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്ന ഒരു പേഷ്യൻറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ മാത്രം അവസ്ഥയല്ല ഇത്. പല പ്രാഥമിക ആശുപത്രികളുണ്ടല്ലോ, PHC, അവിടെയും ഇതുപോലെ തന്നെ സമാന അവസ്ഥയാണ്. ഇവിടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നല്ല, കഴിയാവുന്ന രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പകർച്ചവ്യാധികളെ ഈ ഒരു സാധാരണക്കാരിൽ നിന്ന് അകറ്റാനുള്ള പ്രതിരോധ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും മാക്സിമം പ്രയോറിറ്റി. ഇപ്പോൾ ആശുപത്രികളിലെ പ്രാഥമിക സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും ഇത് മുന്നോട്ടുള്ള രീതിയിൽ ഇതെല്ലാം കൃത്യമായി കറക്റ്റഡ് ആകണം എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോൾ നമുക്കറിയാം K. മുരളീധരൻ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വിലയിരുത്തി പഠിച്ച ശേഷം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ സെക്രട്ടേറിയറ്റിൽ നമ്മൾ ആദ്യ ആഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ 1-2 ആഴ്ചകൾക്കുള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ബാക്കി എല്ലാ ഓഫീസുകളും ഒരു ഓൺ ട്രാക്ക് ആകുന്നതിന് മുൻപ് തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വർക്ക് തുടങ്ങിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ അത്രയും സീരിയസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അപ്പൊ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന വകുപ്പും ഈ പറഞ്ഞ ആരോഗ്യ വകുപ്പാണ്. നമ്മൾ തന്നെ ഈ പറഞ്ഞ മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോൾ ആദ്യം ആഭ്യന്തരം ആർക്കാണ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ആർക്കാണ് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം ആരുടെ കൈകളിലാണ് ഇത് എത്തുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. അയാൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് സംശയം തോന്നും. അപ്പോ മറ്റേതൊരു മന്ത്രിയേക്കാളും ആദ്യത്തെ ഒരു സ്റ്റാർ വകുപ്പുകൾ എടുത്തു നോക്കിയാൽ അതിലൊന്നാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ഉത്തരവാദിത്തം K. മുരളീധരൻ സാറിനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമയമെടുക്കും. ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതല്ല. 14 ജില്ലകളിലെയും മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും PHCകൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, സമയമെടുക്കും. എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്ക് ഇതുപോലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഹോസ്പിറ്റലുകളിലേക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലേക്കോ നിങ്ങൾക്ക് ഇതുവരെ കിടന്നു ചെല്ലേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സർക്കാരിനെയാണ് നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടിയിരുന്നു. അവർ ഇപ്പോൾ അധികാരത്തിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടതോടെ ഈ പുതിയ സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ നിങ്ങൾ തയ്യാറാക്കുന്ന SIT റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ദ്രോഹമാവുന്നതല്ലാതെ ഒരു ഉപകാരവും ചെയ്യില്ല.